എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ലൈഫിൽ എന്നല്ല ഞങ്ങളുടെ ലൈഫിൽ. ഇത് ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുള്ളൂ. ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചോറ്, പിന്നെ തൊട്ടുകൂട്ടാൻ പുളി, പിന്നെ പേരിനൊരു അച്ചാർ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഉപ്പേരി കഴിക്കണമെന്ന് വലിയതൊന്നും ഇല്ല. അച്ഛമ്മയുടെ വീട്ടിൽ ഡെയിലി ഇത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അൻഷുമോള് പുളിയുടെ സ്ഥാനത്ത് ചെറുപയർ. കുട്ടികൾക്ക് പുളിപ്പുള്ളതൊന്നുമില്ല, ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ അമ്മ നമ്മുടെ സെക്കൻഡ് കിച്ചണിലെ സിങ്കിൽ ഇങ്ങനെ വാഷ് ചെയ്യായിരുന്നു. ഇങ്ങനെ കുക്കറും അതുപോലെ പ്ലേറ്റൊക്കെ വാഷ് ചെയ്യായിരുന്നു കേട്ടോ അമ്മ. അതിൻ്റെ ഇടയ്ക്ക് അൻഷുമോളുടെ ഒരു ഫാഷൻ ഷോ. എനിക്ക് അൻഷു ആളാകെ മാറിയതുമാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അമ്മ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ വാഷ് ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം അമ്മ അരി വാർക്കാനായിട്ട് എങ്ങനെയെന്ന് തന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞാൻ ചെയ്യണ കണ്ടപ്പോൾ അൻഷുവിനും അത് ചെയ്യണം. ഞാൻ എന്ത് ചെയ്താലും അൻഷുവിനും അത് ചെയ്യണം. അതുകൊണ്ട് അവൾ ചെയ്ത ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. എന്നെക്കാളും കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ എനർജറ്റിക് അവളാണെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഒഴിക്കേണ്ടത് സിങ്കിലോട്ട് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കുക്കിംഗ് വീഡിയോ ഒന്നല്ലല്ലോ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഫുൾ അങ്ങനെ സിങ്കിലോട്ട് ഒഴിച്ചു. അടുത്തത് നമ്മുടെ അൻഷുമോള് വന്നിട്ടുണ്ട്. അൻഷു മൂന്നാമത്തെ വട്ടം അരി ഇങ്ങനെ ആക്കിയിട്ട് ടാപ്പൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. അൻഷുവിനെ ചെറുതായിട്ട് അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അത് കുഴപ്പമില്ല, അവൾ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അതിന് ശേഷം അവൾ അരിയൊക്കെ ഞാൻ ചെയ്തതുമാതിരി തന്നെ ചെയ്തു കേട്ടോ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. ചെറുതൊരു ഭയങ്കര ഒരു ഇതായിരിക്കും, ഭയങ്കര ഇത് പറഞ്ഞാൽ ഭയങ്കര പണിയൊക്കെ എടുക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ വലുതൊരു ഉറക്കം തൂങ്ങിയിരിക്കും, അത്രയ്ക്ക് പണി അങ്ങനെയൊന്നും എടുക്കാത്തൊരു ആളായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട അരിയൊക്കെ കൂടി നമുക്ക് കുക്കറിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അരി വേവിക്കാം ഗൈസ്. അപ്പോൾ ഞാനാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ 4 കപ്പ് വെള്ളം ഇതിലോട്ട് ഇടുന്നുണ്ട്. 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ക്ലിപ്പൊക്കെ അൻഷുമോളാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. ക്യാമറാമാൻ എന്ന് പറയുന്നതേ നമ്മുടെ അൻഷുമോളാണ്. അൻഷുമോളുടെ ഐഡിയ തന്നെ ആയിരുന്നു ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള വീഡിയോ തന്നെ എടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4ാമത്തെ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞു. അതിന് ശേഷം അൻഷുമോൾക്ക് അതെടുത്ത് ഗ്യാസിലേക്ക് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച്, അൻഷുമോൾ തന്നെയാണ് കേട്ടോ സ്റ്റൗവൊക്കെ തന്നെ കത്തിച്ചത്. എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതിനെ കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്, മഴ പെയ്യുന്നുണ്ടോ നോക്കാൻ. ജസ്റ്റ് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് ഹോളിഡേ ആയിരുന്നു, മഴ ഹോളിഡേ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ലിവിങ് റൂമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാണ്. ലിവിങ് റൂമിൻ്റെ ഓപ്പോസിറ്റ് പൂജ റൂം, പിന്നെ അതുപോലെ ഡൈനിങ് റൂം, വാഷിംഗ് യൂണിറ്റിൻ്റെ നേരെ റൈറ്റിലേക്ക് പോയാൽ നമുക്ക് വാഷ് റൂം കാണാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ നമ്മുടെ അൻഷുമോളാണെങ്കിൽ മമ്മ എന്ന് കൊണ്ടുവന്ന ഒട്ടുമിക്ക വെജിറ്റബിൾസും ഇങ്ങനെ ഓർഗനൈസർ സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഒട്ടുമിക്ക വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യാൻ പാടില്ലാത്ത. പിന്നെ ഇന്ന് മഴയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പാലക്കാട് ഏത് അലേർട്ടെന്നൊന്നും എനിക്കറിയില്ലെങ്കിൽ പോലും. പിന്നെ അതുപോലെ നിലക്കടല മമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും അമ്മ വെള്ളത്തിലിടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുക്കറിൻ്റെ വിസിൽ വരുന്ന ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റ്സിൽ ഇത് കാണുന്നുണ്ടാവും എല്ലാവരും.
അതുപോലെ ഞാൻ ജനലിൻ്റെ ഒരു ചെറിയൊരു പിക്കും കൂടി എടുത്തിട്ടുണ്ട്. ജനലിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ നോക്കുന്ന അതിൻ്റെ ഒരു ചെറിയ പിക്കും കൂടി എടുത്തിട്ടുണ്ട്. മഴ ഉണ്ടോ എന്ന് നോക്കാനാണ്. ഇന്ന് പാലക്കാട് ഓറഞ്ച് അലേർട്ടാണ് മക്കളെ, ഓറഞ്ച് അലേർട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ഥിരം കലാപരിപാടികളായ ക്രാഫ്റ്റിൻ്റെ കാര്യമാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഒരു ഓർഗനൈസറാണ്. ഞാനാണ് ഉണ്ടാക്കിയത്. കോളായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. അത് അൻഷുമോൾ ഒരു പുതിയ ലുക്കൊക്കെ കൊടുത്ത് അതിന് ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. കാർഡ്ബോർഡ് യൂസ് ചെയ്യണതിന് പകരം പേപ്പർ യൂസ് ചെയ്തു ഗൈസ്. എന്താ ചെയ്യാല്ലേ, ഇങ്ങനെയൊക്കെ വിഡ്ഢിത്തം കാണിക്കരുതല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ ചെയ്തു. കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 10:20 ആയിട്ടുണ്ടായിരുന്നു സമയം. ആ സമയത്തൊന്ന് പുറത്ത് വന്ന് നോക്കിയപ്പോഴോ മഴയോട് മഴ 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 മഴ. ഇന്ന് പാലക്കാട് ഓറഞ്ച് അലേർട്ടാണ്, പക്ഷേ റെഡ് അലേർട്ടിൻ്റെ മഴ ഉണ്ട്. നാളെ ലീവ് കിട്ടുമോയെന്ന് സംശയമുള്ളവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ചക്കമരം മീൻസ് പ്ലാവില്ലേ, ഇങ്ങനെ പൂന്തീറ്റാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ അടുത്ത് കൂടെ പോകാൻ ഞങ്ങൾക്ക് പേടിയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടേക്ക് വന്നപ്പോഴേക്കും ഉച്ചയ്ക്ക് ഇതേ അമ്മ ഇവിടെ തക്കാളി ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ചോറിൻ്റെ കൂടെ തന്നെ അമ്മ മുട്ട പുഴുങ്ങിയതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടാണ്. മുട്ട പുഴുങ്ങുന്ന വീഡിയോ കൂടെ ജസ്റ്റ്. പിന്നെ കുറച്ച് നേരം ഞാൻ സോഷ്യലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. നാളെ എക്സാമാണ്. ഇന്ന് വെക്കേണ്ട എക്സാം ആയിരുന്നു. ഒന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ നാളേക്ക് മാറ്റി വെച്ചു. ഇതാണ് കേട്ടോ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗും ഇങ്ങനെ കേഴ്സീവ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺസ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ലെസൺ എന്ന് പറയുന്നത് ഓവർ 1000 ഇയേഴ്സിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ശരണേച്ചി വന്നുകൊണ്ട് ഞങ്ങൾ നിലക്കടലയൊക്കെ പൊളിച്ച് തിന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്കിടെ 2 ഭാഗ്യവാന്മാരായ പേരക്കകളെ കണ്ടു. അപ്പോൾ അതെടുത്ത് തിന്നായിരുന്നു. ഇത് ആരും കടിച്ചതല്ല കേട്ടോ, ഞാൻ തന്നെ കടിച്ചതാണേ. ഓക്കെ, അപ്പോൾ ഞാൻ കടിച്ചിട്ട് ബാക്കി വീഡിയോ എടുത്ത് തന്നു. അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. 12 മണി ആവാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കിച്ചണിലോട്ട് പോയിട്ട് ഫുഡൊക്കെ ഏതുവരെ ചെയ്യുന്നെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫുഡും ആയിട്ടുണ്ട്. അതുപോലെ ഫുഡിൻ്റെ കൂടെ കളിക്കാനുള്ള കറിയും ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പേരയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻഷുവിന് പേരയ്ക്ക ബാക്കി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് അമ്മ നേരെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ടി വിക്ക് ഒരു ഇടങ്ങണിട്ട് നോക്കലൊക്കെ ഉണ്ട്. ഞാൻ ഹൈദി കാണുമായിരുന്നു. എത്ര പേര് എത്ര വയസ്സായിട്ട് കൊച്ചു ടി വി നിർത്താതെ കാണുന്നുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്കെന്താണെന്നറിയില്ല, അത് നിർത്താനായിട്ടൊരു മനസ്സില്ല. തക്കാളി ചോറും മുട്ടക്കറിയും റെഡി ആയല്ലോ. ഞാൻ പോയൊന്ന് കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇത്രയൊക്കെ തന്നെയുള്ള ഒരു ഉച്ചവരെയുള്ള റുട്ടീനാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ബൈ.